ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് അയർലാൻഡിലെ സ്ലൈഗോ കൗണ്ടിയിലുള്ള ഓഗ്രീസ് ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു ചെറിയ സ്പേസ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ വണ്ടിയൊക്കെ ഇട്ട് നമ്മളിതേ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഡോഗ്സ് ഒന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇതൊരു വാക്കിംഗ് ട്രയലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. കണ്ടോ, ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. സ്വിമ്മിങ് ഒന്നും അലൗഡ് അല്ല കേട്ടോ. നമുക്ക് ഇവിടെ കുറേ ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. നമുക്കിത് ഇവിടെ കണ്ടിരിക്കാൻ ഒരു സ്ഥലം കിട്ടുന്നുണ്ട് കേട്ടോ. കുറച്ച് സ്ഥലം ഇങ്ങനെ കഴിയും തോറും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെയർ പോലെ ഇട്ടുണ്ട് കേട്ടോ. ഈ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പ്ലേസിൽ നമ്മൾ പോയിട്ടുണ്ട്. ഡൺമോറൻ സ്ട്രാൻഡ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതും നമ്മളുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോ. അങ്ങനെ നമ്മളിത് നടന്നു പോണതിൻ്റെ ഇടയ്ക്ക് ആടിനൊക്കെ കണ്ടു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ വന്ന സമയം കുറച്ച് എന്താ പറയുക മാറിപ്പോയി ഗൈസ്. അപ്പോൾ അതേ കണ്ടോ, കുറേ പൂക്കളുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഓരോ ടൈമിലും ഓരോ പൂക്കൾ, ഓരോ മാസം പുതിയ പുതിയ പൂക്കൾ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ മാസം ഒരു പൂ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റത്തെ മാസം വേറെ പൂവായിരിക്കും ഈ പൂ പോയിണ്ടാവും. അങ്ങനെ കുറേ പൂക്കൾ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. അപ്പം നമ്മൾ വന്ന സമയം കുറച്ച് മാറിപ്പോയി ഗൈസ്. കാരണം നമ്മൾ നേരത്തെ വരണ്ടായിരുന്നു. ഇതൊരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടാണല്ലോ സൂര്യൻ അസ്തമിക്കുക. അപ്പം നമുക്ക് അത്രയും സമയം നമുക്ക് വെളിച്ചുണ്ടാവും. അത് കഴിഞ്ഞും കുറച്ചും കൂടെ സമയം കൂടെ നമുക്ക് വെളിച്ചുണ്ടാവും. അപ്പം നമുക്ക് അത്രയും സമയം നമുക്ക് കിട്ടുകയാണല്ലോ. അപ്പം നമ്മൾ ചില സമയങ്ങളിൽ ഇങ്ങനെ ഇറങ്ങാറുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ നല്ല തണുപ്പാണ് കേട്ടോ. നല്ല മഴയും എന്താ പറയുക, നമ്മൾ പകുതി എത്തിയപ്പോഴേക്കും നല്ല മഴയൊക്കെ പെയ്തായിരുന്നു. നമ്മൾ വിചാരിച്ചു പെട്ടുന്ന്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും മഴയൊക്കെ പോയി. ചെറുതായിട്ടൊന്ന് ഇരുട്ട് കുത്തിയൊരു കാർമേഘമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും നല്ല ഇതായിരുന്നു. കുറച്ച് തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നടക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ ഈ വെള്ളം ഇങ്ങനെ അടിച്ചടിച്ച് ആ പാറക്കല്ലൊക്കെ ഇങ്ങനെ എന്താ പറയുക, വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ പോവില്ലേ, അങ്ങനെ പോയിരിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് 2 ആൾക്കാർ അവിടെ കയാക്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കപ്പിൾസാന്ന് തോന്നുന്നു. കാരണം നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇവരെ നമ്മൾ കണ്ടായിരുന്നു. അത് മറ്റേ എയർ ഫില്ല് ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അവരതിൻ്റെ എയർ അയച്ചു വിട്ടിട്ട് അവരത് കാറിൽ കയറ്റി പോകാൻ നിൽക്കണം നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നടക്കുകയാണ് ഗൈസ്. നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മളിങ്ങനെ നമ്മുടെ അവിടെ നിന്ന് ശരിക്കും ഒരു 45-40 മിനിറ്റോളം നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ദൂരമുണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയുക, പക്ഷെ നമ്മൾ വന്നത് എന്തായാലും നല്ല സ്ഥലത്തായിരുന്നുള്ളൊരു നല്ലൊരു ഇതുണ്ടായിരുന്നു. കാരണം നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ. എന്താ പറയുക, നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അങ്ങനത്തെ കണ്ട കുറേ പായലൊക്കെ അടിഞ്ഞു കൂടിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ വെള്ളമടിച്ച് ഇങ്ങനെ ആയതാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് നടക്കുകയാണ്. നടന്ന് പോകുമ്പോൾ ആ കയാക്കിങ് ചെയ്തവര് തിരിച്ച് തുഴഞ്ഞു പോകണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് കുറച്ച് നടക്കാണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. അറ്റം വരെ നമുക്ക് നടക്കാൻ അത്ര സമയമൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് നടന്നുകൊണ്ട് അത്യാവശ്യം കുറച്ച് സമയമൊക്കെ എടുത്തു. ഏകദേശം ഒരു 9 മണി 9:30 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആടുകളെ കണ്ടു. ഇതിൽ കറുത്ത ആടിനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതിൽ കുറേ ആടിനെ വടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മരിയാടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ വടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ട് എല്ലാം കൂടെ നമ്മുടെ ക്യാമറയ്ക്കല്ല, നമ്മളെ കണ്ടപ്പോൾ നമ്മളെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ഓരോ ആടിൻ്റെ മേത്തും ഓരോ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത് എന്തിനാണെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ചിലപ്പോൾ നമ്പർ ചെയ്തിട്ട് പോണതാണോന്ന് അറിയില്ല. ഇപ്പം ആദ്യമായിട്ട് നമ്പർ ചെയ്തിട്ടിരിക്കുന്ന കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ നടക്കുകയാണ് ഗൈസ്. ഇത് ചെന്നെത്തണത് ഒരു മനോഹരമായ ഒരു സ്ഥലത്താണെന്ന് നമുക്കറിയണ്ടായില്ലേ ഗൈസ്. നമ്മളിവിടെ എത്തിയപ്പോഴാണ് കണ്ടത്. കണ്ടോ, ഭയങ്കര ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു എൻഡിങ് പോയിന്റ്. ഇത് എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു ഇതായിരുന്നു. ഇത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ഭംഗിയുള്ളൊരു എന്താ പറയുക, കാണാൻ ഭംഗിയുള്ളൊരു ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻഡിങ് പോയിന്റ്. പിന്നെ അപ്പുറത്ത് കൂടെ ഇങ്ങനെ ചെറിയൊരു എന്താ പറയുക, ഒരു വഴി പോലെ അപ്പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാൻ ചെയ്തേ ഒരാൾ ഇതിൻ്റെ മുകളിൽ കൂടെ പൊത്തിപ്പിടിച്ച് കയറുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ എത്തിപ്പിടിച്ച് പോലും കയറാൻ പറ്റും തോന്നില്ല കേട്ടോ. അത് നോക്കായിരുന്നു ഞാനിങ്ങനെ. അപ്പോഴേക്കും ഒരാൾ അവിടെ കയറി അങ്ങോട്ട് അട്ടത്തെത്തിൻ്റെ ചെറിയ വഴിയാ, വീണ് കഴിഞ്ഞാൽ താഴെ പോയേനെ. എന്നോട് അപ്പുറത്ത് കൂടെ വന്നോളാൻ പറയുന്നുണ്ട് കേട്ടോ. കാരണം എന്നെ വലിയ വിശ്വാസമില്ല. അപ്പോൾ നമ്മൾ
ഞാൻ അപ്പുറത്ത് കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇതിൽ പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ നമുക്ക് നടന്നങ്ങ് ചെന്ന് അങ്ങ് അറ്റത്തെത്തുമ്പോൾ നല്ലൊരു കിടുക്കം വ്യൂ നമുക്കിങ്ങനെ വട്ടത്തിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കളറുള്ള പശുക്കൾ കൂട്ടി ഇട്ടുണ്ടാവും, വേറെ ഇതുപോലെ വേറെ പറമ്പിൽ വേറെ കളറിലുള്ള പശുക്കൾ കൂട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണ് കേട്ടോ ഇവിടെ. അതെന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെ കണ്ടോ, ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് മലയും എന്താ പറയുക, നമ്മൾ കണ്ട ആടുകളും മരങ്ങളും വീടുകളും എല്ലാം, ആ ബീച്ചും നമുക്കിങ്ങനെ ഫുള്ള് ഇങ്ങനെ വട്ടത്തിൽ നല്ലൊരു ഭംഗിയുള്ളൊരു വ്യൂ നമുക്ക്. നമ്മളിതേ പശുവിനൊക്കെ കണ്ട് പശുവിനെ ഈ സ്ഥലത്തൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോരുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ നടന്നു, ഇവർ വീണ്ടും അവിടെ വീഡിയോ എടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ അങ്ങ് നടന്നു കേട്ടോ. അപ്പോൾ അതേ നല്ല വ്യൂ ആണ് കേട്ടോ, അവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്, ബീച്ചും ആ ഒരു സംഭവമൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ബൈ.